പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഞാനിപ്പം നിൽക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ദൈവഭൃത്യൻ്റെ തല വാളുകൊണ്ട് വെട്ടി അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞ ആ സ്ഥലത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. ട്രേ ഫോണ്ടെയിൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം ഈ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാ വലിയൊരു കോട്ടയുടെ വാതിലാണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് പോയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞ ആ സ്ഥലം കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന സ്ഥലം ഇവിടെ കാണാമെന്നാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ പൗലോസ് ശ്ലീഹായുടെ തല അറുത്ത് കളഞ്ഞതായിട്ട് പറയപ്പെടുന്ന സ്ഥലം. അപ്പം ഇവിടെ ഈ പോർഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളയുന്നത്. ഈ ഒരു പോർഷൻ അതിവിടെ ഇവരിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ തല വെട്ടുമ്പോൾ ആ തല തെറിച്ച് ഒന്നാമത് വീണ് ഇവിടെ ഒരു ഫൗണ്ടൈനായിട്ടും അവിടുന്ന് തെറിച്ച് പിന്നീട് ഇവിടെ ഒരു ഫൗണ്ടൈനായിട്ടും ഇവിടുന്ന് മൂന്നാമതായിട്ട് അത് തെറിച്ച് വന്ന് വീണ സ്ഥലം ഇവിടെയായിട്ട് ഇവിടെ ഒരു ഫൗണ്ടൈനായിട്ടും അങ്ങനെ ഇവിടെ 3 ഉറവകൾ പിന്നീട് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ട്രീ ഫൗണ്ടൈൻ എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ഉറവയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു. ഒരു ഉറവയായിട്ടാണ്, കണ്ടോ, വെള്ളത്തിനകത്ത് പേപ്പറുകളൊക്കെ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു 3 ഫൗണ്ടൈൻ ഇവിടെ ഉണ്ട്. 1, 2, കണ്ടോ, 2. അദ്ദേഹത്തിൻ്റെ തലയുടെ ഒരു രീതിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് 3, കണ്ടോ, ഇവിടെ വെച്ചാണ് തല അറുക്കപ്പെട്ട സ്ഥലം. അപ്പോൾ എന്തായാലും നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കാനോ ഉറയ്ക്കാനോ ഒക്കെ കാരണമാവുകയാണ്. കേവലം ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുസ്തകം അല്ല വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ഓരോ കാര്യങ്ങളും അതിൽ പറയുന്ന ഓരോ സ്ഥലങ്ങളും നടന്ന സംഭവങ്ങളും എല്ലാം സത്യമാണ് എന്ന് നമ്മൾ ഇന്ന് അവിടെ എത്തി നിൽക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞതും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതുമായ അനുഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കർത്താവ്